സാറേ ഞങ്ങൾ ആ ഇല്ലിക്കൽ ജംഗ്ഷനിൽ CI സാറിന്റെ കൂടെ ചെക്കിങ്ങിന് നിൽക്കായിരുന്നു. അപ്പൊ ഇയാള് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചോണ്ട് വന്നു. ഞാൻ ബൈക്കിന് കൈ കാണിച്ച് ഇയാള് നിർത്തി. ഇയാളുടെ പേപ്പറൊക്കെ പരിശോധിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഫോൺ സൈലന്റ് ആക്കി ജീപ്പിന്റെ ബോണറ്റിൽ വെച്ചിരുന്നു. ഇയാളെ പറഞ്ഞങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോ ഫോൺ കാണാനില്ല. ഇയാളെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാണ്. ഇയാൾ എടുത്തിട്ടില്ലെന്നാ പറയണം. വേറെ ആരും അവിടെ വന്നിട്ടുമില്ല. CI സാറ് സൂര്യ സാർ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ മൂപ്പരെയും കൂട്ടി ഇങ്ങോട്ട് പോണം. ആ ഫോണുകൾ കൊടുക്ക്. സാറേ ഞാൻ എടുത്തിട്ടില്ല സാറേ. ഇതൊക്കെ കൈമാറിപ്പോയി സാറേ. ഇതൊക്കെ ചെയ്യണല്ലേ സാറേ? വെറുതെ കഥകൾ ഉണ്ടാക്കിയിട്ട് പറയണേ ഈ സാറന്മാര്. അല്ലാണ്ട് ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. എനിക്ക് എന്നെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. എനിക്കൊരു ഫോണുണ്ട്, ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഇത് പറഞ്ഞവർക്ക് കേൾക്കണില്ല. ഇയാളുടെ പേരെന്താ? എന്റെ പേര് സത്യശീലൻ. സാറേ ഞാനൊരു വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ്. ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ് വണ്ടി കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിയത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു പേപ്പറും ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അതിൽ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതില്ല, അത് കേടുവന്നു. ഞാൻ വേറെ ഒന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പൊ അത്ര വലിയ മാന്യനല്ല. അതെ, ഞാൻ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഫൈൻ അടക്കിൽ എന്തിനാ വെച്ചിട്ടുള്ളത്? നിങ്ങൾ ഈ തെറ്റൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ തെറ്റ് ചെയ്തിട്ട് അടയ്ക്കാനുള്ള ഒരു സാധനം അല്ല ഫൈൻ. അല്ല സാറേ, എനിക്കറിയാം. ഇല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പൊല്യൂഷൻ ഒരു ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചു. പൊതുവേ നമ്മുടെ സംസാരത്തിൽ പോലീസിനോട് ഒരു പുച്ഛമില്ലാതെ നിങ്ങൾക്ക് തോന്നിയതാണ്. സാറേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. അവരെന്നെ ആ റോഡിൽ വെച്ചിട്ട് ഇവർ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര മോശമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. ഇപ്പൊ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഈ പടിങ്ങട് കയറോട് കൂടിയിട്ട് ഇവര് ഭയങ്കര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അത് സാറിനെ പേടിയുള്ളതുകൊണ്ട് മാത്രം. അതെ, വളരെ മാന്യമായിട്ടും വളരെ സൗമ്യതയോടു കൂടെയാണ് നിങ്ങളോടിപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ സംഗതികൾ അവസാനിച്ചു. സാറേ ഞാൻ എടുത്തിട്ടില്ലാന്ന്. ഞാൻ മോഷ്ടിക്കുന്ന ആളല്ല. എന്റെ തറവാട്ടിൽ കള്ളന്മാരൊന്നുമില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അത് ഞാൻ എവിടെയും പറയും, പോലീസ് സ്റ്റേഷനിലും പറയും. അതിന്റെ പേരിൽ നിങ്ങൾ വെറുതെ തെറി പറയാൻ നിൽക്കുന്നു. നിങ്ങളൊരു സാധനം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനാണ്. കുറേ കൂടിയൊക്കെ മര്യാദയിൽ ഞങ്ങൾ ആദ്യം ശ്രമിക്കുകയാണ്. അപ്പം ദയവ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കണം എന്നാണ് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത്. എന്റെ അച്ഛനാണ് സത്യം, അമ്മയാണ് സത്യം. സാർ ഞാൻ എടുത്തിട്ടില്ല. ഇയാൾ അച്ഛനമ്മേനൊക്കെ വിളിച്ച് സത്യം ഇടുന്നോണ്ട് ഇയാളല്ലാതെ വേറെ ആൾ അവിടെ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഞാനെന്താ ചെയ്യേണ്ടത്? അതെ, അയാൾ ആ പൊല്യൂഷന്റെ അതേപോലെ ഹെൽമെറ്റ് വെക്കാത്ത എന്നെ ഫൈൻ അടപ്പിച്ചിട്ട് പറഞ്ഞോട്. സാറേ വലിയ ഉപകാരം സാറേ. സാറേ എനിക്കൊരു 2 മിനിറ്റ് തന്നാൽ അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. ശബ്ദം താഴ്ത്തി പറ. അതതിൽ കേൾക്കൂല. പോലീസിന്റെ മുതലാണ് അവൻ കട്ടെടുത്തേക്കണത്. ഇവൻ വലിയ കളവ് സംഘത്തിന്റെ ക്യാപ്റ്റനാണ്. അവൻ്റെ നിപ്പ് കണ്ടോ, ഒരു കൂസലില്ലാതെ 2 എണ്ണം കൊടുത്ത് അവൻ സത്യം പറയും. ഒരുപാട് കേസുകൾ തെളിയിക്കാം. സാറിനും അതൊരു അഭിമാനമാണ്. ഒന്ന് കണ്ണടക്കുക, ഒരു 2 മിനിറ്റ്. അത് നോക്കണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നമുക്കൊന്ന് മൂത്രമൊഴിച്ചാലോ? സാറിൽ ഒന്ന് ഒഴിച്ചേക്ക്. വേണ്ട സാറേ, ഞങ്ങളുണ്ടല്ലോ. സാറേ മൂത്രമൊഴിക്കണ്ട. ഒന്ന് ഒഴിച്ചിട്ട് പോരടോ, മൂത്രല്ലേ. മൂത്രമൊഴിക്കാൻ വേണ്ടി പോണതാ. എനിക്ക് മൂത്രമൊഴിക്കണ്ട. ആ വാതിലങ്ങനെ ചാരി ഈ കണ്ണട ഒന്ന് ഒരിക്കുക. എന്തിനാ കണ്ണട തന്നേക്കേ? കൈ മാറ്റണം. നീ സത്യം പറയണം. ഈ സ്റ്റേഷനിൽ CCTV ക്യാമറ ഇല്ലാത്ത ആകെ ഉള്ളൊരു ഇടമാണിത്. സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് പോകാം. ഇല്ല, ഇവിടെ ഇട്ട് തല്ലിക്കൊന്നാ പോലും ഒരു പന്നി അറിയാൻ പോണില്ല. ഇല്ല സാറേ, ഞാൻ എടുത്തിട്ടില്ല സാറേ. അതല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, ഞാൻ എടുത്തിട്ടില്ലാന്ന്. വന്നപ്പോ തൊട്ട് നീ ഇത് തന്നെയല്ലേ പറയണത്? നീ എടുത്തിരുന്നെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇല്ലാന്ന്, ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തിട്ടില്ല. ആ ഫോൺ എവിടെ വെച്ചേക്കണം? എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഞാൻ എടുക്കാത്ത സാധനം ഞാൻ എങ്ങനെ സമ്മതിക്കുന്നത്? എനിക്ക് ശരിക്കും അറിഞ്ഞൂടെ? എനിക്കറിയില്ലാന്ന്. അറിയില്ല സാറേ.
ആരെടുത്ത് ഇത് ആദ്യം പോരാർന്നാ? ഏ? ഞാൻ എടുത്തു സാറേ. അപ്പൊ ഇനി സാറിന് മുന്നേ പോയാൽ ഇവിടെ നടന്നതൊന്നും പറയണ്ട. സാറേ മൊബൈൽ ഞാനാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വളരെ ഡീസന്റ് ആയിട്ട് ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് വേണേലും ചെയ്യാം കേട്ടോ. സാർ രാജാതൻ എവിടെ സാർ? അവിടെ ഉണ്ടല്ലോ. രാജാതന്റെ കാണാതെ പോയ ഫോൺ കിട്ടി സാർ. കിട്ടിയോ? എവിടുന്ന്? ഈ ജീപ്പിന്റെ ഉള്ളിലെ സീറ്റിന്റെ അടിയിൽ നിന്ന്. അല്ല സാറേ, ഈ ഫോൺ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പിടിച്ചോണ്ടിരുന്നു. അയാൾ എവിടെ? അത് പ്യാരി മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, മുണ്ടൊക്കെ നേരെ കണ്ണട കൊടുക്ക്. കണ്ണട കണ്ണട കയ്യിലിരിക്കട്ടെ. ഇറങ്ങിക്കോ. ഡീസന്റ് ആയിട്ട് ഡീസന്റ് ആയിട്ട് ഡീസന്റ് ആയിട്ട് കേട്ടോ. ഒന്നും നടന്നിട്ടില്ല. സംസാരിക്കാൻ ചേട്ടാ. സാറേ, എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു തെറ്റുപറ്റി. ആ ഫോണ് എടുത്തത് ഞാൻ തന്നെയാണ്. പക്ഷെ സാറേ, അത് എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഫോണിന് എത്ര പൈസയാലും കുഴപ്പമില്ല. ഞാൻ അതേപോലത്തെ ഒരു ഫോൺ സാറിന് വാങ്ങിച്ചു കൊടുക്കാം.